ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിൽ ദുർഗാപൂർ എന്ന സ്ഥലത്താണ്. ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നൈറ്റ് റൈഡ് ചെയ്യാൻ സേഫല്ല, അവിടെ ടെൻ്റ് അടിക്കാൻ സേഫല്ല. അത് ഞങ്ങൾ റൂമേ എടുത്തത്. അപ്പോൾ റൂമെടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങി. ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ സമയം. ഇവിടുന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയ ഫോറസ്റ്റാണെന്നാണ് പറഞ്ഞത്. ചായ കുടിക്കാൻ ഇറങ്ങിയ അപ്പോൾ ചായ കുടിക്കാനൊന്നും കിട്ടില്ല. ഒരു ഗ്രാമപ്രദേശം, ചെറിയൊരു സിറ്റിയാണ്. അപ്പം ഇവിടുന്ന് ഒരു പോഹ എന്ന് പറഞ്ഞൊരു ഫുഡ് കഴിക്കുക. അവിടെ ട്രഡീഷണൽ ഫുഡാണെന്ന് തോന്നുന്നു. അത് കഴിക്കുകയാണ്. പോഹ എന്താ സാധനം എന്നറിയില്ല. തിന്നെ വലിയ ഗുണമൊന്നുമില്ല. തിന്ന് തന്നെ, വേറെ ഒന്നും കിട്ടാൻ വകുപ്പില്ല. എന്താ പാട്? പോഹ പോഹ ഇല്ല. ആ ഗൈസ്, ഞാനും കൂടി തിന്നോളാം. ഗൈസ് എന്തോ കേറിയ നിന്റെ പേര് തരും. പോഹ അതില് മിക്സർ, മല്ലിയില, ഉള്ളി ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ട് തരുന്ന സാധനമാണ് പോഹ. വെറൈറ്റി സാധനം. അതിലാദ്യം ഇവര് കുറച്ച് കുക്ക് ചെയ്യും, ഹൽദി പൗഡർ ഇട്ടിട്ട്. പിന്നെ ഇവിടെ ഫേമസ് രാജസ്ഥാനി സ്വീറ്റ്സാ. ഞങ്ങളോട് പറയും ആദ്യം പറയും അത് നടക്കൂല. ഇഷ്ടമായില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടമായില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അത് അരിയാൻ ഇഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടപ്പെടും. കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറെ ദുബായിൽ ഓന്താ പാക്കറ്റ് ആകും. ഞങ്ങളെ റൂമിലെ എന്തായാലും അങ്ങാടിയിലാകും. എൻ്റെ വണ്ടി അപ്പുറം വെച്ചിരിക്കുന്നു. നാട്ടുകാരൊക്കെ ഞങ്ങളങ്ങനെ നോക്കുക. ആ സൂര്യൻ അതാ ഉദിച്ചു വരുന്നത്. ലേറ്റായി. വേഗം പോണം. ചായയും കൂടി കുടിച്ചാൽ ചായ കുടിച്ച് നേരെ വിടുക. ഉദയ്പൂർ 100 കിലോമീറ്റർ. ഉദയ്പൂർ പാലസ് കാണാം. ചായ വന്ന് ചായ വന്ന് കഴിച്ചു. ചായ കുടിച്ച് ടേസ്റ്റ് മസാല ടീ. ഉദയ്പൂർക്ക് പോകുന്ന റൂട്ടിലാണ്. ഉദയ്പൂർ ഹൈവേ 3 വരിപ്പാത കിട്ടിയിരുന്നു. അപ്പം ഇപ്പൊ സമയം 8:20 ഒരു 9 മണിയാകുമ്പോഴേക്കും ഉദയ്പൂർ എത്തി. 35 കിലോമീറ്റർ ഓടി. ഉദയ്പൂരിൽ പോയിട്ട് പാലസ് കാണാണ്ട്, പിന്നെ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും പണിയുണ്ട്. ചെയിനൊക്കെ ടൈറ്റ് ആക്കാണ്ട് കുറച്ച് പണികളുണ്ട്. കുറച്ച് ദൂരം ഓടിയപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അടിപൊളി സ്പോട്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റോഡാണ്. കുഴപ്പമില്ലാത്ത റോഡ്. ഇനിയിപ്പോ ചൂടിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അത് രാത്രിയാണ് രാജസ്ഥാൻ കയറി. നോക്കട്ടെ, ചൂടൊക്കെ നല്ല ഉണ്ടെന്ന് തോന്നുന്നു. ഈ ജാക്കറ്റ് ഇതൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വേവാം. മന്തിയൊക്കെ ഉണ്ടാവിട്ട് വേവിക്കുന്നതായി. നല്ല രസമാണ്. അല്ലേ ഗൈസ്? ഇരിക്കുന്നു, വഴിയിലിരിക്കുന്നു. പെരുവഴി പരമസുഖം. അപ്പോ ഞാൻ ഉദയ്പൂർ എത്തിയിരിക്കണം. എവിടെയാ വീട്? ഉദയ്പൂർ. I stay in Udaipur. And I am the principal of a school. So ഞാൻ ഇവിടെ ഡുംഗർപൂർ ഉണ്ട്. ഡുംഗർപൂരിൽ ഒരു സ്കൂൾ പ്രിൻസിപ്പൽ. എവിടെ? ഇന്നായിരുന്നോ? ഞാൻ ഇന്നലെ രാത്രി അവിടെയാണ്. വലിയൊരു കുളം. അവിടെ ഒരു ലേക്ക് ഉണ്ട്. മലയിൽ ഒരു
ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ട്, ലൈറ്റ് ഒക്കെ ഉണ്ട്. ഉണ്ട്. ബട്ട് മൈൻ ഇസ് ഓൺ ദ വേ ഫ്രോം ദ റെയിൽവേ സ്റ്റേഷൻ ഇച്ചിരി ഇപ്പുറത്ത് വരുമ്പോൾ വലിയൊരു സ്കൂളുണ്ട്. സോ ഇറ്റ് ഈസ് ഐ ഡോണ്ട് നോ പെയിന്റ് കമ്പനി SD പെയിന്റ്സ് കേട്ടിട്ടുണ്ട്. നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് SD പെയിന്റ്സ്, ESDW. അവിടെ CSR ആക്ടിവിറ്റി എന്നാണ് കുറേ വർഷം ഇവിടെ ഉദയപൂരിലായിരുന്നു. There is a school called I was with St. Gregorius, Nirja Modi. ഈ സ്കൂളിൽ 3600 പിള്ളേരുണ്ട്. ഉദയപൂർ, വീട് ഉദയപൂരാണ്. ഉദയപൂരിൽ വൈഫുണ്ട്. She is also a teacher. But my daughter is working. She is what you call working with an NGO. She has done MSW from Tata Institute, Social Sciences. ഇവിടെ ഒരു tribal area for tribal women. She also has Enfield Hunter or something. She travels on that. Son is doing engineering. Mukesh Ambani is that study. Yes. നിങ്ങളൊക്കെ Kozhikode is different from Kasaragod. Nilambur. Ramapuram, Kottayam, Wala. ഈ റൂട്ടിൽ ഒത്തിരി ഇങ്ങനെ ബൈക്കേഴ്സ് പോകാറുണ്ട്. So when I saw this scale, I thought I'll stop and talk to you. So we're going to Ladakh. Palace will take you 1.5 hours, 2 hours. We don't go there. പക്ഷേ there is one Monsoon Palace. If you go there, it is for the sunset time. It is very good. Culture and arts ഇച്ചിരി ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ പപ്പറ്റ്രി ഒത്തിരി puppets. കുറേ ടീച്ചേഴ്സ് വന്നായിരുന്നു. 16 days they were here for training for puppetry for primary classes അവർക്ക് വേണ്ടി. പക്ഷേ ഒരു ബാഗോർ की हवेली ഉണ്ട്. This is close to the palace, and there is one place called Gangor Ghat. Out there evenings okay irikkan nallada because you see the backdrop of that lake. And Gangor Ghat, there's a 1-hour show. In Rajasthan, the all traditional folk dances, they will be dancing. So only for 10 minutes. So it's a nice show if you're interested. That puppetry will also come, and they are also. That is also. And there are many places that way you can roam around. 1.5 days more than it. Where are they? Abhiraj. Abhinand. Adarsh. It's all A's over. Adarsh. Akarsh. Adit. അത് ചോദർ ജയ് Jyotir. അക്ഷയ് You sit in my car, I'll take you. If you're tired, sir, I'll drop you there with them. Udaipur, as you enter, bulletin okay, enter ചെയ്യുന്നിടത്ത് തന്നെയുണ്ട്. As you enter there, you'll find all the workshops. Udaipur is a big city. You'll find everything. ഇന്നും നാളെ ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ. Today 19th, 20, 21, 3 days government exams.
grade 4, the Pune Day entrance, 25 lakh children are appearing for Pune exam. Udaipur will have 2 lakh children in 3 days. It was there in the newspaper today. So there will be traffic. Bhaiya, stomach issue. There will be a toilet, I think, at the top. ജയ്പൂർ പഞ്ചാബ് Jaipur is highway is very nice. You won't have any issues. All that is very good. ജോധ്പൂർ ഉദയ്പൂർ See, Jodhpur is also a place അവിടെ ഈ ഫോർട്ടും എല്ലാം കാണും. അവിടെ ഒരു പാലസ് ഉണ്ട്, ഒരു ഫോർട്ട്. It's round about all the same. So if you go from Udaipur to Jaipur and visit those places there, it will round about be like. Otherwise, if you want to experience the desert, then you have to go to Jaisalmer. അവിടെ ഇങ്ങനെ കുറെ മണലൊക്കെ മണ്ണുണ്ട്. പിന്നെ you have those resorts with tents. So you'll be able to stay in tents at night, and they have those people dancing, bonfire വെച്ച് dance. ഞങ്ങൾ ഈ പിള്ളേരെ കൊണ്ടുപോകാം ടൂറിന് എല്ലാ വർഷവും ഞാൻ പിള്ളേരെ Then food you have to be a little food ഒത്തിരി spicy ആയിരിക്കും, oily and spicy. അത് ഇച്ചിരി നോക്കിയിട്ട് കഴിച്ചാൽ മതി. Udaipuril you should try the Rajasthani one food is there. Whether you like, I'll go. It is called dal bati churma. ജലീസിന് അത്ര ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ റൊട്ടി ഉണ്ടാക്കുന്ന ആ ആട്ട ഇല്ലേ, ആ ആട്ട കൊണ്ട് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കും. ബോൾസ് ഉണ്ടാക്കിയിട്ട് 2 ways. ഈയിടെ ആ ഗ്യാസ് തന്തൂറുണ്ട്, ഗ്യാസിന് ഇങ്ങനെ ചുടും. അല്ലെങ്കിൽ ഈ ചാണകം ഇല്ലേ, ഉണങ്ങിയ ചാണകം കത്തിച്ചിട്ട് അതിൻ്റെ ആ ചാരം, ആ ചാരത്തിൻ്റെ അകത്ത് ഇതെല്ലാം വെച്ച് ഒരുമാതിരി ഇത് ചുടും. അത് കഴിഞ്ഞത് നെയ്യിൻ്റെ അകത്തിടും. And then one dal is made. ആ ദാലിൻ്റെ കൂടെ ഇതിങ്ങനെ ചെയ്തിട്ട് കഴിക്കുന്നു. അത് ഇവിടുത്തെ ഫേമസ് ദാൽ ബാട്ടി. ദിസ് ഇസ് കോൾഡ് ബാട്ടി. ആൻഡ് ഇത് തന്നെ പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ജാഗ്രി എന്നാണ് ഗുഡ് എന്ന് പറയുന്നത്, ശർക്കര, ഇവിടുത്തെ ശർക്കര ഇട്ട് അത് ഇട്ടിട്ട് അതിൻ്റെ അത് ആ ചൂർമ, അത് ഒരു സ്വീറ്റാണ് ഇതിൻ്റെ കൂടെ, അത് കഴിക്കും. അങ്ങനെ ദാൽ ബാട്ടി ചൂർമ, ദാറ്റ് ഇവിടുത്തെ ഒരു ഡെലിക്കസിയാണ് ഇവിടുത്തെ ആൾക്കാരുടെ. പിന്നെ ഇവിടുത്തെ ലാൽ മാസ്, ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ ഈ മട്ടൺ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. ഇറ്റ് ഇസ് കോൾഡ് ലാൽ മാസ്. ഇറ്റ് ഇസ് എ രാജസ്ഥാനി സ്റ്റൈൽ. വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഡൽഹിയിൽ നിന്ന് വരുന്നവരെല്ലാവരും വന്ന് ഒരു ലാൽ മാസ് സ്റ്റൈൽ. Then it's all tradition. And if you have girlfriends, if you have wives, then ഈ ലാക്ക് കൊണ്ട് ഈ ബാംഗിൾസ് ഉണ്ട്, ഇയറിങ്സ് ഉണ്ട്. അത് ഹാത്തിപ്പോൽ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഹാത്തിപ്പോൽ ഈ ഉദയപൂരിൽ തന്നെ. ഹാത്തിപ്പോൽ അവിടെ ഇതെല്ലാം ഷോപ്പിങ്ങിൻ്റെ കുറേ ഉണ്ട്. പെൺപിള്ളേർക്കുണ്ട് മെയിൻലി. ദെൻ ഈ ഷൂസ് ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴത്തെ രാജസ്ഥാനി ഷൂസ് ഉണ്ട്, മോജഡി they call it. All that you will get. City. Hathipur. That is. Then you will find one Ayyappa temple also. Guru Mandir is also there. These 2 things are there. A few churches are there. Malayalis are there. ഉദയ്പൂർ എത്തിക്കുന്നു. ഉദയ്പൂരിൽ വണ്ടി ഒന്ന് പണി കയറ്റിയ ഈ വർക്ക്ഷോപ്പിന്റെ പേര് ഇവിടെ മാത്രമേ പെഡസ്റ്റൽ സ്റ്റാൻഡ് ഉള്ളൂ. പെഡസ്റ്റൽ സ്റ്റാൻഡ് ഈ കട്ടി പോകുന്നു. ഇല്ല ഇത് റീടേക്കില്ല വേണം. നോ റീടേക്ക്. മാറി നീയാന്നാവില്ല കൈ. വണ്ടി ചെയിൻ ടൈറ്റ് ആക്കാൻ വേണ്ടി കയറ്റിട്ടാണ്. അവിടെ അങ്ങോട്ട് സൈഡിൽ കിട ബുള്ളറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞു. ഡ്യൂക്കിൻ്റെ ചെയിൻ ടൈറ്റ് ആക്കി, എൻ്റെ ചെയിൻ ടൈറ്റ് ആക്കി. ഫോണും ഇല്ല, എക്സ്പ്രസാർ വിലെടുത്ത് ഫോണ് ലോഗ് ചെയ്യാൻ. മറ്റേ വണ്ടി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ബെയറിങ്ങിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ചെയിൻ ഭയങ്കരമായിട്ട് ലൂസായിട്ട് അതിൻ്റെ ഒപ്പം നോക്കുന്നു.
കാരണം ഒരു 60 മുകളിൽ ജസ്റ്റ് ഒന്ന് പോകുന്നേരം വണ്ടീൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ജർക്കാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഹൈവേയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നേരം ഒരു സീനാണ്. അവിടെ കാര്യം പറഞ്ഞിട്ട് അവിടെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ബെയറിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ചെയിന് ടൈറ്റാക്കി. വേറെ പ്രശ്നമൊന്നുമില്ല, വണ്ടി സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. ഗൈസ് ഒട്ടകം. ഉദയ്പൂർ പാലസിന് മുന്നിലാണുള്ളത്. അപ്പോൾ ഇവിടെ കയറാൻ എൻട്രിക്ക് 400 രൂപയാണ് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ കയറാൻ നല്ല റേറ്റ് ആയതുകൊണ്ടും ടൈമില്ലാത്തതുകൊണ്ടും ഇനി ജോധ്പൂരൊക്കെ കുറേ പാലസുകളൊക്കെ കാണാനുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ നല്ല റഷാണ്, അവിടുന്ന് കാണാം. ഇവിടെ കയറുന്നില്ല. ഇവിടെയാണ് പാലസ് എൻട്രി. 400 രൂപ ഒരാൾക്ക് കയറാൻ ഉദയ്പൂർ പാലസ്. അപ്പം ഞങ്ങൾ നേരെ ജോധ്പൂർ തുടക്കം. രാജസ്ഥാനിലെ ഫസ്റ്റ് പെട്രോൾ 105 രൂപ, ഗുജറാത്ത് തമ്മിൽ 10 രൂപ വ്യത്യാസം. നമ്മൾ ഗുജറാത്തിനെ ഫുൾ ടൈമിലാക്കി പോകുന്നതാണ്. അവിടെ നിന്ന് അടിക്കണം, അവിടെ നിന്ന് കഴിഞ്ഞ് കാലിയായി. ഞാൻ ജോധ്പൂർക്ക് വിടാൻ വേണ്ടി പോവാം. 105 രൂപ, നമ്മുടെ നാട്ടിലെ സെയിം റേറ്റ്. അപ്പം നമ്മൾ അടുത്തത് ബുള്ളറ്റ് ബാബ ടെമ്പിൾ. അതല്ലേ ഇതിൽക്കൊന്നും ഇവിടെ റോളില്ല, നമുക്ക് മാത്രമേ റോളുള്ളൂ. നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ബുള്ളറ്റ് ബാബ ടെമ്പിൾ. രണ്ട് കട്ട പെട്രോളേ ഉള്ളൂ. റിഫിൽ ചെയ്ത് നേരെ ജോധ്പൂർ. ഓക്കെ,
ലാലു സിംഗ് ദേവുട ദേവുട ലലു സിംഗ് ദേവുട അതെന്താളാ അപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല എന്താളാ എന്താണെന്ന് സംഭവം മനസ്സിലായി അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് അറിയില്ല മലയാളം അറിയില്ല അതല്ലേ ആൾക്കാരാണ് വീഡിയോ ചാറ്റ് എടുത്തതാണ് പോയത് Yo guys, we are on the way to Ajmer. കോഴിമുട്ട പൊട്ടിച്ച് ഓടുമേലിട്ടാൽ നല്ല ബുൾസയായി ഇങ്ങോട്ട് വരും അമ്മാതിരി ചൂടാ പിന്നെ മുഖം കണ്ടില്ലേ അപ്പോഴാണ് മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യാൻ തുടങ്ങി അതെ 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 അത് ശ്രദ്ധിച്ചു ഭയങ്കര വെയിൽ അങ്ങോട്ട് കാട്ടിക്കൊടുക്കും എന്താ വെയിൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ രാജസ്ഥാനിൽ കുറച്ച് പച്ചപ്പുള്ള സ്ഥലമാണ് എന്നാൽ നല്ല വെയിൽ നീലും ചൂടുള്ള കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ജോധ്പൂരിലേക്ക് എല്ലാവരും ഒരു റെസ്റ്റിന് വേണ്ടി നിർത്തിയതാണ് സൺസ്ക്രീൻ ഇടാണ് നല്ല വെയിലാണ് നല്ല സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ നമ്മളിനി കരിഞ്ഞ് മറ്റേ ഫ്രൈ പാനിൽ ഇട്ടാൽ മതി അതുകൊണ്ട് എല്ലാവരും സൺസ്ക്രീൻ ഇടണം അറബിക്ക് ഇവിടുത്തെ ചൂടൊന്നും ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത് അറബിക്ക് ഇതൊന്നും വലിയ ചൂടെന്നാണ് വരുന്നത് ചൂടല്ല 50 ഡിഗ്രി ചൂടുന്നാ വരുന്നത് ദുബായിന്ന് ദുബായ് ചൂട് മരുഭൂമി വെറുതെ കുത്തിരിച്ച മറ്റേ ആടയുടെ ആട ഐസി കുത്തിരിക്കല്ല എനിക്ക് പണി എനിക്ക് എന്റെ പണി എന്തെയ്യല ആടിനെ മേയ്ക്കുക ഒട്ടകത്തിനെ മേയ്ക്കുക നാട്ടില് സൂപ്പർവൈസർ ഞാൻ വലേരി ഗ്രൂപ്പില് സൂപ്പർവൈസറാണ് വലേരി ഗ്രൂപ്പ് വലേരി ഗ്രൂപ്പ് അതല്ലേ ബീച്ചിൽ പോയി വല അറിയാം ഞങ്ങളെ യൂട്യൂബ് അടിച്ചു പോയി യൂട്യൂബിൽ എന്താ പറ്റിക്കുന്നത് സെറ്റ് ആക്കണം വീഡിയോ ഒക്കെ എടുത്തൊക്കെ ഉണ്ട് ഇടാൻ പറ്റാണ്ട് അല്ല വേറെ ചാനലാണ് ഞങ്ങളുടെ ഒരു താതെ മുന്നോട്ട് കാര്യമില്ലായിരുന്നു ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ തന്നെ വീഡിയോ ഒന്നും വരുന്നില്ല കാര്യം എന്ത് ചെയ്യാനാ ലോക്കായി പോയി ആ മണിക്കുന്ന പണി മിട്ടിപ്പീടിയക്കാരാണ് വറകളുണ്ടാക്കിയിട്ട് തെറ്റികളെ വെള്ളത്തിൽ ഉപ്പ് നല്ല ഉറക്കശയുണ്ട് എല്ലാരും കണ്ണുമ്പിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാരകവെള്ളം കുടിച്ച് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ജയ്പൂർ പിടിക്കുന്നു ക്യാമറ തന്നുവോ വീണ്ടും റൊട്ടിയും ഡാലും ഇത് തന്നെ ഡെയിലി ഭക്ഷണം വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന മീൻകറിയും ചോറും അയില പൊരിച്ചോ ഒക്കെ തിന്നാൻ കൊതിയാവുന്നു ഇവിടെ സ്വർഗം മന്തി പോലെ
മയോണൈസ് കൂട്ടി തിന്ന പോലെ റൊട്ടി എടുക്കുന്നു, ദാൽ കറി കൂട്ടുന്നു, ഒരു കഷ്ണം ഉള്ളി എടുക്കുന്നു, തിന്നുന്നു. ഇതാണ് മെയിൻ പരിപാടി. ഇവിടെ ഇപ്പോൾ എവിടെയായാലും ഇപ്പോൾ വിശ്വസിച്ച് തിന്നാൻ പറ്റിയപ്പോൾ അതേ ഉള്ളൂ മുമ്പൊക്കെ പിടിക്കുന്നത്. വേറെ പോലെ കുറേ സംവിധാനങ്ങളുണ്ട്, അത് മുമ്പൊക്കെ പിടിക്കൂല. അപ്പോൾ തിന്ന് തന്നെ വേറെ ചേർണം. അതാ പൊട്ട പറയും. ഇത്രയും ദിവസം തിന്നത് തന്നെയാണ് ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റമില്ല. അതന്നെ നന്നാകുന്നതാണ് വിചാരിക്കുന്നത്. റൊട്ടി ജീവിതം, ആടുജീവിതമായ റൊട്ടി ജീവിതം എന്നും റൊട്ടി കഴിക്കാൻ പോവാണ്. വെളുത്തിട്ടുണ്ടല്ലോ. സ്ഥിരം കഴിക്കുന്ന അതേ സാധനം തന്നെ നമുക്ക് ഒന്നും കൂടി ട്രൈ ഓരോ സ്ഥലത്തും ട്രൈ ചെയ്തു. ഓരോന്ന് മാറ്റണ്ടേ, ഓരോന്നും ട്രൈ ചെയ്യാം. രാജസ്ഥാന്റെ നോക്കട്ടെ. ഞങ്ങൾ ആടുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഫുള്ള് റൊട്ടിയും ഡാലും മാത്രം ആണ് ഞങ്ങളുടെ മെയിൻ ഭക്ഷണം. കറിയിലാണ് ഉപ്പൊന്നുമില്ല. കറി വലിയ ചെമ്പിലെ കൊണ്ട് തന്നെ ചെക്കനെ കൊണ്ടുവരാൻ കൊണ്ട് തരുന്നു നോക്ക്. മന്തി കഷ്ണം ഉള്ളിയും കൂട്ടി നേരെ സൂപ്പർ സൂപ്പർ. അഭിപ്രായം പറയും, അഭിപ്രായം പറയണേ. കുഴപ്പമില്ല, പക്ഷെ ഇന്നലെ കഴിച്ച അത്ര പോവാണ്. ഇത് രാജസ്ഥാനാ, നല്ല ഗുജറാത്താ. ദാൽ ഫ്രൈ കഴിച്ചാൽ നടന്നു പോറാനാ യോഗം. ശിവരാജ് പറഞ്ഞോളൂ പറയേ. അതൊക്കെ ഭയങ്കര തിരക്കിലാ. അല്ല ഫുഡ് അത് ഒരു പട്ടിക്കാട് പോലത്തെ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ കഴിച്ചാൽ നമ്മൾ ഇങ്ങനെ ഉള്ളിയും കൂടി കഴിക്കുന്നു. ഇനി മുളക് എടുക്കുക. കറി കഴിക്കുമ്പോൾ മുളകിനാ തോന്നുന്നത്. കഴിഞ്ഞ ആൾക്കാരൊക്കെ എടുത്തു. അറിയാത്ത ആൾക്കാരൊക്കെ എഴുതുന്നില്ല മുളക്. മുളകൊന്ന് കടിക്കൊടുക്കും, അടുത്ത് കടിക്കും. അങ്ങനെ എടുക്കുന്നു, കടിക്കുക. അതൊന്നും ഒരു സീനില്ല, നോ പ്രോബ്ലം. അങ്ങോട്ട് കടിച്ചുകൂടാ അങ്ങോട്ട്. അമ്മായി കറി കഴിക്കാൻ ഇല്ല. മുളകിന് തിരക്കാർക്ക് ഏറ്റവും റങ്കില്ല. റങ്കില്ലാത്ത മുളക്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സിനിമയിൽ കാണിക്കുന്ന ബുള്ളറ്റ് പ്രതിഷ്ഠ വെക്കുന്ന അമ്പലം, മദ്യം പ്രസാദമായി കൊടുക്കുന്ന ഒരു അമ്പലം, ബുള്ളറ്റ് ബാബ ടെമ്പിളാണ് ഞങ്ങളുടെ ബാക്കിലുണ്ട്. ഇത് എന്താണെന്നുള്ളത് അക്ഷയ് വിവരിച്ച് വിവരിച്ചെടുത്തോ. ഇങ്ങോട്ടേക്ക് 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 ഇങ്ങോട്ട് 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 ഇങ്ങനെ ഇങ്ങോട്ട് തിന്നോ, അങ്ങോട്ട് തിന്നോ. അധികം അങ്ങോട്ട് പോകുന്നു വേണ്ട. ഇതായത് അവൻ നടന്നോണ്ട് പറയാ. അന്നത് പിടി, ഞാൻ ശൂരിയില്ല. നടന്നോട് പറഞ്ഞ എടാ ഒന്നുകൂടെ. ബുള്ളറ്റ് ബാബ ടെമ്പിൾ അല്ലെങ്കിൽ ബന്ന ടെമ്പിൾ ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു ഗ്രാമമാണ്. നമ്മളെ പള്ളി ജോധ്പൂർ ഹൈവേയിൽ ചുട്ടില്ല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. സംഭവം വെച്ചാൽ ഈ ഗ്രാമത്തിലെ മകൻ ഓം ബന്ന റാത്തോർ, അതാണ് പേര് തോന്നുന്നു, ഓം ബന്ന റാത്തോർ. എന്നാൽ ഈ ബുള്ളറ്റായിട്ട് പോകുന്ന നേരം ഒരു മരത്തിലിടിച്ച് തൽക്ഷണം അദ്ദേഹം കൊല്ലപ്പെടുകയും പോലീസ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവച്ച് പിറ്റേ ദിവസം ഈ തൊട്ട് ഈ വണ്ടി മിസ്സിങ് ആണ്. നോക്കുമ്പോൾ അദ്ദേഹം മരിച്ച അതേ സ്ഥലത്ത് തന്നെ ഈ ബുള്ളറ്റ് കിടക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയും പോലീസുകാരെ പോലെയും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇതിപ്പോൾ ആരെങ്കിലും എടുത്ത് കൊണ്ടുവച്ചാണോ, ആരെങ്കിലും കട്ടെടുത്ത് കൊണ്ടുപോയി അതേ സ്ഥലത്ത് വെച്ചതാണോ ഉള്ള
ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ബുള്ളറ്റിൽ പെട്രോള് ഫുൾ കളഞ്ഞ് ബുള്ളറ്റ് ലോക്കാക്കി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് ഈ ബുള്ളറ്റ് പിന്നെ എത്തിപ്പെടുകയാണ്. അതായത് ഓം സിംഗ് റാഥോർ മരിച്ച സ്ഥലത്ത് പിന്നെയും ഇത് എത്തിപ്പെടുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു ഗ്രാമവാസികൾക്ക് ഈ ഒരു ബുള്ളറ്റ് ഒരു പ്രതിഷ്ഠയായി വെച്ചത് എന്നുള്ള കാരണമാണ്. ഓക്കെ, ഈ ബുള്ളറ്റ് കണ്ടിട്ട് നമ്മൾ അരിയായിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഇന്ത്യയിലെ ആൾദൈവങ്ങളെ ഒരുപാട് ആരാധിക്കുന്ന സ്ഥലങ്ങളാണ്. അതിലാണ് ഒരു ബുള്ളറ്റ്, ഒരു ബൈക്കിനെ ആരാധിക്കുന്ന ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു വിചിത്രമായി തോന്നില്ലേ? അതെ, ലെജൻഡറി ബൈക്ക് ആയതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും. നിങ്ങളെ പോലത്തെ അപ്പൂപ്പ് ബൈക്കുകളൊന്നല്ല, അത് സാധനം വേറെയാണ്. ഒരു പഴയകാല മോഡൽ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ്. നമ്മുടെ ചെക്കന്മാരുടെ ഒക്കെ അഭിപ്രായം ചോദിച്ചു നോക്കാം. 77-73 ഫാൻസി നമ്പർ അന്ന് ഫാൻസി നമ്പർ കിട്ടിക്കുന്നത്. ഫാൻസി നമ്പർ ആയിരുന്നു. ഫാൻസി നമ്പർ കിട്ടിക്കുന്നു. രാത്രി കാലങ്ങളില്ലേ ഈ ഗ്രാമത്തിൽ ഈ വണ്ടിന് ഹോണടി കേൾക്കുന്നുണ്ട് അത്ര രാത്രി കാലങ്ങളിൽ. പണ്ടായിരിക്കും, ഇപ്പോഴൊന്നല്ല. പോരാഞ്ഞ് ഈ ഓം സിംഗ് റാഥോർ മരിച്ച സമയം പിറ്റേ ദിവസം ആരെ ലോറി കയറി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഓം സിംഗ് റാഥോർ. അങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് ശരിയാണോ ഒന്നും അറിയില്ല. അപ്പോൾ അത് കണ്ടിറങ്ങി വിവരിക്കാൻ വേണ്ടി ഓരോരുത്തർ പഠിപ്പിച്ചേൽപ്പിച്ചേനെ. അപ്പോൾ ഓനെ കൊണ്ട് വിവരിപ്പിച്ചാണ്. അപ്പോൾ ഞങ്ങൾ സെക്ഷനായിട്ട് കയറിയ വണ്ടി സാധനങ്ങളൊക്കെ റോഡിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ കയറാൻ പോകും. ഞങ്ങൾ കയറി ഇറങ്ങി, ബാക്കിയുള്ളവരിപ്പോൾ പോകും. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ജോധ്പൂരാണ്. ജോധ്പൂർ എത്തി. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ടെൻ്റ് അടിക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. രാവിലെയും ചൂട്, രാത്രിയും ചൂട്. രാത്രിയാണ് തീരെ ചൂട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ സിറ്റി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് വിലപേശി 2,200 2 റൂം, 2 AC റൂം 2,200 കിട്ടി. അപ്പോൾ AC റൂമിനാണുള്ളത്. ഇപ്പോൾ രാത്രിയുടെ ഫുഡ് ഇതെന്ന് വെജ് ബിരിയാണി, വെജ് പുലാവ് കിട്ടിക്കുന്നു. വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, 80 രൂപ ഇതൊക്കെ തന്നെ ഉള്ളൂ. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ റൈസ് ഒന്ന് കഴിച്ചിട്ട്, അതാണ് ഇന്ന് കുറച്ച് പൈസ പോയാലും വേണ്ടിയില്ല, റൈസ് ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഫുള്ള് ബംഗാളികളും പഞ്ചാബികളും രാജസ്ഥാനികളും ഗുജറാത്തിയായിരുന്നു കുറേ ദിവസം. ഡാൽ ഫ്രൈ, റൊട്ടി ഇത് മാത്രമായിരുന്നു കഴിക്കുന്നത്. ഒന്ന് റൈസ് ഒന്ന് കഴിച്ചോട്ടെ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.